ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിഗ് ക്യാൻഡലിൻ്റെ ഇടയിലായിരിക്കും മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ സാധ്യത എന്നൊരു ഇൻസൈഡ് ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഈ ഒരു ലെവലിൽ സെല്ലിങ്ങും ഈ ഒരു ലെവലിൽ ബൈയിങ്ങും വരാനാണ് സാധ്യത എന്നും സെയിം അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടുന്ന് സെല്ലിങ്, ഈ ഒരു ലെവലിൽ നിന്ന് ബൈയിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 15 മിനിറ്റ്സ് നാളത്തെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് നിഫ്റ്റി 50യുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ ബയേഴ്സും ഈ ഒരു ലെവലിൽ സെല്ലേഴ്സും ആകാനാണ് സാധ്യതയെന്നും നമ്മളുടെ മേജർ വ്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് സൈഡിലേക്കാണ് എന്നും എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ സെല്ലിംഗ് വന്നുവെങ്കിൽ ഇവിടുന്ന് ബയേഴ്സ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടുന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി താഴോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് വീണ്ടും ബയേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ എക്സാക്ട്ലി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ ബയേഴ്സും ഈ ഒരു ലെവലിൽ സെല്ലേഴ്സും ഉള്ളത് കാരണം തന്നെ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇന്നത്തെ ലെവലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സെൽ ഓഫാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം ഒരു ലോവർ ലോ പാറ്റേൺ ആണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് സെല്ലിങ്ങിലേക്ക് വരാനാണ് സാധ്യത. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത 26,000 വരെ നല്ലൊരു ഫാൾ നമുക്ക് കാണാൻ കഴിയും. ഒരു 26,000, 2630 ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമുക്കൊരു ബൈങ് സൈഡ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടതിന് ശേഷം ഒരു സെക്കൻഡ് പ്രൈസ് ആക്ഷനിൽ മാത്രമാണ് ഒരു ബൈയിങ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. മേജർ വ്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആണ് നമ്മൾ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെറിയ പോയിന്റുകൾ ക്യാച്ച് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മൂവ് ആവുന്നതാണ് നല്ലത്. നമ്മൾ എപ്പോഴും ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ഫുൾ എല്ലാ മൂവും ക്യാച്ച് ചെയ്യാൻ നോക്കാതെ ചെറിയൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ് എപ്പോഴും സേഫായിട്ട് ഉള്ളത്. കാരണം ഓപ്ഷൻ ബൈയിങ്ങിൽ തീറ്റ DK പോലുള്ള കാര്യങ്ങളുള്ള കാരണം നമ്മളെപ്പോഴും ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനാണ് നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഈ 15 മിനിറ്റ്സ് ചാർട്ട് പ്രകാരം ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഈ ഒരു ലോവർ സൈഡിലേക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ 59,753, 760 ആ ഒരു റേഞ്ച് വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ലെവൽ ഈ ഒരു ലോ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് പ്രൈസ് ആക്ഷനിൽ മാത്രം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവൽ വരെ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു മൊമെൻറ്റം കാണുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു അപ് ട്രെൻഡിന് സാധ്യതയുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെൻറ്റം കാണുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം.